ഷാബു മറുപടി ഈ പറയുന്ന ഓർഗനൈസർ 1949 നവംബർ 30 ഉണ്ട്, അങ്ങനെയൊക്കെ ഉണ്ട്. മനുസ്മൃതി ഭരണഘടനയാക്കണമെന്ന് ആവശ്യപ്പെട്ടുണ്ട് കേട്ടോ. അവരുടെ ആത്മഹത്യയല്ല. ഹാഷ്മി താങ്കൾ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലുള്ള പ്രസ്താവനകൾ നടത്തരുത്. ഞാൻ പറഞ്ഞത് എന്താണ്, മനുസ്മൃതി അടക്കമുള്ള ആയിരക്കണക്കിന് ഗ്രന്ഥങ്ങൾ ഭാരതത്തിൽ ഉണ്ടായിട്ടുണ്ട് നമ്മുടെ സംസ്കാരത്തിൻ്റെ ആ ഒരു സംസ്കാരധാരയുടെ ഭാഗമായിട്ട്. ആ ഗ്രന്ഥങ്ങളിലെല്ലാം അതിൻ്റെ അകത്ത് ഈ ആധുനിക കാലത്ത് തള്ളേണ്ടതും കൊള്ളേണ്ടതുമായിട്ടുള്ള കാര്യങ്ങളുണ്ട്, ശാശ്വതമായ സന്ദേശങ്ങളുണ്ട്, മൂല്യങ്ങളുണ്ട്. എന്നാൽ ഈ കാലഘട്ടത്തിന് യോജിക്കാത്തതും പലതും അതിൻ്റെ അകത്ത് അങ്ങനെയുണ്ട്. അത് എല്ലാ ലോകം മുഴുവനുമുണ്ട്. അതുകൊണ്ട് ഇവിടെ രാഷ്ട്രീയ സ്വയംസേവക സംഘമോ സംഘപരിവാറോ മനുസ്മൃതിയെ അങ്ങ് വെറുത്ത് കളയുന്നൊന്നുമില്ല. അതിന് അതിൻ്റെതായ ചരിത്രപരമായ പ്രാധാന്യമുണ്ട്. തെറ്റിദ്ധരിച്ച താങ്കളാണ്. ഇപ്പോൾ എനിക്ക് KP നൗഷാദിൽ പറഞ്ഞു ഓർഗനൈസർ ആവശ്യപ്പെട്ടു മനുസ്മൃതിയെ ഭരണഘടനയാക്കണം. താങ്കൾ പറഞ്ഞു പച്ചക്കള്ളമാണ്, അത് ആത്മഹത്യക്ക് വേണ്ടി പറയലാണ്. മനുസ്മൃതിയെ ഭരണഘടനയാക്കണമെന്നല്ലോ പറഞ്ഞത്. എന്താണ് പറയുന്നത്? ഇനിയും അതായത് ഒരു കാലത്ത് ഇവിടെ നിലനിന്നിരുന്ന ആ നിയമം, ഇപ്പം ചാണക്യനീതിയുണ്ട് സർ. ഭരണഘടന 2 വർഷത്തിന് വിശാലമായ ചർച്ചയ്ക്ക് ശേഷം രാജ്യത്ത് ഒരു ഭരണഘടന വരുന്നു. രാജ്യം ഒന്നാകെ ആഘോഷിക്കുമ്പോൾ 2 ദിവസത്തിനപ്പുറം മനുസ്മൃതിയുടെ കാര്യം പൊക്കിപ്പറഞ്ഞ് എന്തിനാണപ്പോ? നമ്മുടെ സാംസ്കാരിക പാരമ്പര്യത്തിൽ നമുക്ക് ഈ പറയുന്ന കേൾക്കൂ, ആധുനിക കാലത്ത് ഉൾക്കൊള്ളാൻ പറ്റിയ കാര്യങ്ങളുണ്ടെങ്കിൽ നമ്മൾ ഉൾക്കൊള്ളണം എന്ന് പറയുന്നിടത്ത് മനുസ്മൃതിയിലെ കാര്യങ്ങളുണ്ടെങ്കിൽ, നല്ല കാര്യങ്ങളുണ്ടെങ്കിൽ അഡോപ്റ്റ് ചെയ്യണം എന്ന് പറയുന്നതിൻ്റെ അകത്ത് യാതൊരു കുഴപ്പവുമില്ല, യാതൊരു പ്രശ്നവും അതിൻ്റെ അകത്തില്ല. മനുസ്മൃതിയിൽ ഉൾക്കൊള്ളിക്കാൻ കഴിയാവുന്ന ഒരു ഭാഗം അങ്ങ് പറയാമോ ശ്രീ ഷാബു പ്രസാദ്? അല്ല, ഞാനതിൻ്റെ ഒരു പണ്ഡിതനൊന്നുമല്ല. നൗഷാദ് അലി മനുസ്മൃതിയൊക്കെ അരച്ചു കലക്കി കുടിച്ച മഹാപണ്ഡിതനായിരിക്കാം. പക്ഷെ ഞാൻ എനിക്ക് അങ്ങനത്തെ പാണ്ഡിത്യമൊന്നുമില്ല. ഉണ്ടെങ്കിൽ അത് ആക്സെപ്റ്റ് ചെയ്യണം എന്ന് ഞാൻ പറഞ്ഞു. അങ്ങനെയൊന്നുമില്ല എന്നാണ് ഞാൻ പറയുന്നത്. അങ്ങനെ ഉണ്ടെങ്കിൽ താങ്കൾ അറിയാമെങ്കിൽ പറയാം. എന്റെ അറിവിൽ എനിക്ക് അറിഞ്ഞിടത്തോളം അങ്ങനെയൊന്നുമില്ല. നമ്മുടെ രാജ്യത്തെ ഭരണഘടനയിൽ കൂട്ടിച്ചേർക്കാൻ കഴിയുന്ന ഒന്നും അതിലില്ല. ഷാബു, ഹാഷ്മിയെ പോലെയോ നൗഷാദ് അലിയെ പോലെയോ ധന്യാരാമനെ പോലെയോ ഒന്നും ഞാൻ സംസ്കൃത പണ്ഡിതനൊന്നുമല്ല. അങ്ങനെ ഈ കാര്യങ്ങളെല്ലാം അരച്ച് കലക്കി കുടിച്ചിട്ടൊന്നും അല്ല ഞാൻ ഇവിടെ വന്നിരിക്കുന്നത്. വായിക്കുന്നത് നല്ലതാണ്, നമുക്ക് അറിയാലോ എത്രത്തോളം റിഗ്രസീവ് ആയിരുന്നെന്ന് അറിയാലോ. ഇനി നൗഷാദ് അലി പറഞ്ഞ, അതായത് ഇവിടെ നമുക്ക് എത്ര ദളിത് ജഡ്ജിമാരുണ്ട്, എത്ര ദളിത് ഉദ്യോഗസ്ഥന്മാരുണ്ട് ഒന്ന് കണക്കെടുക്കണം. മിസ്റ്റർ നൗഷാദ് അലി 2014 നരേന്ദ്രമോദി അധികാരത്തിൽ ഇവിടെ വന്നത്. ഈ കണ്ട 10-60 കൊല്ലം ഈ രാജ്യം ഭരിച്ചവർ നിങ്ങളാണ്. ഇതിൻ്റെ ഇടയ്ക്കുള്ള ഒരു 6 വർഷം ഒഴിച്ചാൽ. അപ്പോൾ ഇത്രയും കാലം കൊണ്ട് ഇവിടെ ഇത്രയും ഉണ്ടായിട്ടുള്ളൂ എങ്കിൽ ഇവിടുത്തെ ദളിത് പിന്നോക്ക വിഭാഗങ്ങൾക്ക് ഇപ്പോഴും ആ ഗതിയാണ് എങ്കിൽ അതിൻ്റെ 90% ഉത്തരവാദിത്വം നിങ്ങൾക്കാണ്, അല്ല വേറെ ആർക്കുമല്ല. ഇവിടെ രാജസ്ഥാനിലെ ആദിവാസി ഒരു നേതാവ് മാളവ്യ എന്തുകൊണ്ടാണ് BJPയിൽ ജോയിൻ ചെയ്തതെന്നറിയുമോ? കോൺഗ്രസിൽ നിന്നുള്ള അട്രോസിറ്റീസ്, പിന്നോക്ക വിഭാഗങ്ങളോടുള്ള അട്രോസിറ്റീസ് സഹിക്കാൻ വയ്യാഞ്ഞിട്ടാണ് മാളവ്യ ഈ അടുത്ത സമയത്ത് BJPയിൽ ജോയിൻ ചെയ്തത്. വളരെ അടുത്ത സമയത്ത് 1-2 ആഴ്ച മുൻപ്. അതുകൊണ്ട് നമ്മൾ ഇങ്ങനത്തെ കാര്യങ്ങൾ പറയുമ്പോൾ ശരി, നിങ്ങൾക്ക് നിങ്ങളുടെ രാഷ്ട്രീയമുണ്ടാകും, നിങ്ങൾക്ക് നിങ്ങളുടെ രാഷ്ട്രീയ ലക്ഷ്യങ്ങളുണ്ടാകും. ഇപ്പോൾ ഒരു അവസരം വീണ് കിട്ടിയിരിക്കുന്നു, അത് ഉപയോഗിക്കാനുള്ള അവകാശവും നിങ്ങൾക്കുണ്ട്. പക്ഷേ അവിടെ പറയുമ്പോൾ അതിൻ്റെ അകത്ത് നമ്മൾ ചില യാഥാർത്ഥ്യങ്ങളിൽ നിന്ന് നമ്മൾ ഒളിച്ചോടാൻ പാടില്ല, യാഥാർത്ഥ്യങ്ങളോട് കലഹിക്കാൻ പാടില്ല. ഇതാണ് ഇവിടെ നടന്നത്. ഇപ്പം ഹാഷ്മിയുടെ ചോദിച്ചു, ഓരോ RSS നേതാവുണ്ടോ എന്താണ് ഇവരെ പിന്തുണച്ചത് അല്ലെങ്കിൽ സർസംഘചാലക പദവിയിലേക്ക് വന്നത് എന്ന്. ഹാഷ്മിയുടെ അറിവിലേക്കായിട്ട് പറയാം, അയിത്തം പാപമല്ലെങ്കിൽ മറ്റൊന്നും പാപമല്ല എന്ന് പറഞ്ഞത് ഒരു RSSന്റെ തൃതീയ സർസംഘചാലകനായ ബാലാസാഹേബ് ദേവറസാണ്. ഇത്ര ശക്തമായ രീതിയിൽ അത് ചെയ്തിട്ടില്ല.